അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുഹയിൽ പ്രവേശിച്ച ശേഷം യുവാക്കൾ നടത്തിയ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള വിവേകവും നേർവഴിയും കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യം എളുപ്പമാക്കി തരണമേ ഞങ്ങളുടെ നാഥ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അപ്പോൾ അള്ളാഹു സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും അവരുടെ പ്രാർത്ഥന ഏറ്റെടുക്കുകയാണ്. ഫലറബ്ന അല ആദാനിഹിം എന്നാണ് അള്ളാഹു അതിന് പ്രതികരണമായി പറഞ്ഞത്. അതിൻ്റെ ഉദ്ദേശം അവരെ നാം ഉറക്കിക്കിടത്തി എന്നാണെങ്കിലും കുട്ടികളെ മാതാക്കൾ സ്നേഹത്തോടെ താരാട്ടുപാടി ഉറക്കുന്നതാണ് ഈ പ്രയോഗത്തിന് ആധാരമായിട്ടുള്ളത്. കുട്ടികൾ പാട്ട് കേട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ശബ്ദം കേൾക്കുന്നില്ല. ഫലറബിന അല ആദാനിഹിം എന്നതിൻ്റെ ഭാഷാർത്ഥം അപ്പോൾ അവരുടെ ചെവികൾക്ക് മേലെ നാം അടച്ചു എന്നാണ്. ചെവിയുടെ കേൾവി തടയുന്ന രൂപത്തിൽ മറയിട്ടു എന്നർത്ഥം. ഇവിടെ അവരുടെ പ്രാർത്ഥനക്കുത്തരമായിക്കൊണ്ട് അവരെ ഒന്നും കേൾക്കാതെ ശല്യമൊന്നുമില്ലാതെ ഉറക്കിക്കിടത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിൽ കഹ്ഫി ഗുഹയിൽ, സിനീന വർഷങ്ങളോളം, അതത കുറേ എണ്ണം, നിരവധി വർഷങ്ങൾ ഒരു ശല്യവുമില്ലാതെ അവരെ ആ ഗുഹയിൽ ഉറക്കിക്കിടത്തി. നീണ്ട 309 വർഷം അവരെ അള്ളാഹു ആ ഗുഹയിൽ ഉറക്കിക്കിടത്തി എന്നാണ് ഈ ആയത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം. സുമ്മ ബഅസ്നാഹും, പിന്നെ നാം അവരെ പുനരുജ്ജീവിപ്പിച്ചു, അവരെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി എഴുന്നേൽപ്പിച്ചു. മരിച്ചു കഴിഞ്ഞ് പരലോകത്ത് വീണ്ടും ജീവിപ്പിക്കുന്നതിന് ബഅസ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഇവരുടെ സംഭവം മരണശേഷം പുനരുജ്ജീവിപ്പിച്ചതിന് തുല്യമാണ്. 309 വർഷം ദീർഘകാലം മരിച്ച അവസ്ഥയിലായിരുന്നു അവർ. പിന്നീട് അള്ളാഹു അവരെ പുനരുജ്ജീവിപ്പിച്ചു. ലിനഅലമ, നാം അറിയുന്നതിനു വേണ്ടി, അയ്യുൽ ഹിസ്ബൈനി, രണ്ടു കൂട്ടരിൽ ഏതു കൂട്ടരാണ്, അഹ്സ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത്, ലിമാ ലബിസു അവർ താമസിച്ചതിനെക്കുറിച്ച്, അമദ കാലത്താൽ, എത്ര കാലം അവർ ഗുഹയിൽ ഉറങ്ങിക്കിടന്നു, അവർ ഗുഹയിൽ താമസിച്ചു എന്നത് കൃത്യമായി കണക്കാക്കുന്നത് രണ്ടു കൂട്ടരിൽ ആരാണ് എന്നറിയാൻ വേണ്ടിയാണ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പോലെ അവരെ ഉണർത്തിയത് എന്നാണ് പറയുന്നത്. ഇതിൽ വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ലിനഅലമ, നാം അറിയുന്നതിനു വേണ്ടി എന്ന് അള്ളാഹു പറയുന്നതാണ്. അതിനർത്ഥം അള്ളാഹുവിന് മുമ്പ് അറിയില്ല എന്നോ പിന്നീടാണ് അള്ളാഹു ഇതൊക്കെ അറിയുക എന്നോ അല്ല. മറിച്ച് രണ്ടു കൂട്ടരിൽ ആരാണ് ഇത് കൃത്യമായി മനസ്സിലാക്കുക എന്ന് വ്യക്തമാവാൻ വേണ്ടി എന്നാണ്. ഇതിനു മുമ്പ് പഠിച്ച 7-ാമത്തെ ആയത്തിൽ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി എന്നാണല്ലോ പറഞ്ഞത്. അവിടെയും ഇതുപോലെയാണ്. അള്ളാഹുവിന് എല്ലാവരെക്കുറിച്ചുമുള്ള അറിവ് ആദ്യമേ ഉള്ളതാണ്. ആരാണ് നന്നായി പ്രവർത്തിക്കുക എന്നൊക്കെ ആദ്യമേ അള്ളാഹുവിന് അറിയാം. പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നത് സംഭവിച്ചു കാണാൻ, പ്രകടമാവാൻ, വ്യക്തമാവാൻ എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അയ്യുൽ ഹിസ്ബൈനി, രണ്ടു കൂട്ടരിൽ ഏതു കൂട്ടരാണ്. ഹിസ്ബ് എന്നാൽ സംഘം, വിഭാഗം എന്നാണ്. ഇവിടെ രണ്ടു കൂട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് കൂട്ടരാണ് എന്നത് വ്യക്തമായി സൂചിപ്പിക്കാത്തത് കൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നത് യുവാക്കൾ തന്നെ താമസിച്ച കാലത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായത്തിലായിരുന്നത് കൊണ്ട് അവരിൽ തന്നെ രണ്ട് വിഭാഗം എന്നുദ്ദേശിക്കുന്നു എന്നാണ്. അതായത് കഥാവിവരണം മുന്നോട്ട് പോകുമ്പോൾ യുവാക്കളിൽപ്പെട്ട ഒരാൾ എത്ര കാലമാണ് നമ്മൾ ഈ ഗുഹയിൽ താമസിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് കൂട്ടത്തിലുള്ളവരോട് ചോദിച്ചപ്പോൾ യുവാക്കളിൽപ്പെട്ട മറ്റുള്ളവർ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗമോ എന്ന് മറുപടി പറയുന്ന ഭാഗം കുറച്ച് കഴിഞ്ഞു വരുന്ന ആയത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവാക്കളിൽ തന്നെയുള്ള രണ്ട് വിഭാഗമാണ് ഇത് എന്ന് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അവിടെ ചോദിക്കുന്നത് യുവാക്കളിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ അതിന് മറുപടി പറയുകയാണ്. ഹിസ്ബ് എന്നാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണമല്ലോ, അതുകൊണ്ട് ഇവിടെ രണ്ട് ഹിസ്ബുകൾ എന്ന് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് ഈ അഭിപ്രായത്തോട് യോജിക്കാത്തവർ പറയുന്നത്. അതുകൊണ്ട് രണ്ട് വിഭാഗം എന്ന് ഇവിടെ പറയുന്നത് അവർ എത്ര കാലം ഗുഹയിൽ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് അവർ ഉണർന്ന ശേഷം കണക്ക് കൂട്ടിയ ആ നാട്ടുകാരിൽപ്പെട്ട രണ്ട് വിഭാഗത്തെയാണ് എന്നാണ്
ആദ്യത്തെ അഭിപ്രായം അംഗീകരിക്കാത്തവർ പറയുന്നത്. ഏതായാലും ആർക്കാണ് അവർ അവിടെ കഴിഞ്ഞ കാലം എണ്ണിക്കണക്കാക്കാൻ കഴിയുക എന്ന് പരീക്ഷിക്കാനായിരുന്നു അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ആർക്കും അത് കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തിൽ ഗുഹാവാസികളായ യുവാക്കൾക്ക് എങ്ങനെയാണ് അവരുടെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിലുള്ള അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നാട്ടുകാർക്കും പുനരുജ്ജീവിപ്പിക്കുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നതിന് ഉദാഹരണം കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഇന്നുമായി നാം പഠിച്ച 9 മുതൽ 12 വരെയുള്ള ആയത്തുകൾ ഈ സംഭവകഥയുടെ ആകത്തുക എന്താണ് സംഭവിച്ചത് എന്ന് ചുരുക്കി കഥാവിവരണത്തിന് മുമ്പുള്ള ഒരു ആമുഖം എന്ന നിലയിൽ പറഞ്ഞതാണ്. അടുത്ത ആയത്ത് മുതലാണ് കഥ വിവരിച്ചു തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അത് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.